ആയിട്ട് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഒരു സർറിയൽ മൊമെന്റ് ആണ്. ഞാൻ സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമായ ഒരു ഫീലാണ്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അത് ഏറ്റെടുത്ത് ഇത്രയും ഒരു ആ സിനിമ അർഹിക്കുന്ന പോലെ ഒരു വിജയം തന്നതിന് ഒരുപാട് നന്ദി. ഇനിയും ആൾക്കാരിലേക്ക് എത്താനുണ്ട്, അത് എത്തിക്കാനുള്ള ശ്രമത്തിലുമാണ്. സോ നന്ദി, നമസ്കാരം, താങ്ക് യു. ജോണി ചേട്ടാ നമസ്കാരം. ജോണി ചേട്ടാ അന്ന് പറയാറുണ്ട് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമയാണ്. കേരളത്തിലെ ഓരോ യുവാക്കൾക്ക് അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട് തന്നെയായിരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെയാണ് തിയേറ്ററിൽ അതുപോലത്തെ നല്ല നല്ല റിസൾട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും കാണാനായിട്ട് പോലും ഫോൺ കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങേണ്ടി വരുന്ന മാതാപിതാക്കളുടെയും ഗ്രാൻഡ് പാരൻസിന്റെ ഒരു കാലത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇത് സമൂഹത്തിലൊരു വെല്ലുവിളിയായി മാറുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റാതെ പുറം രാജ്യത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു തലമുറയുടെ കഥ കൂടെയാണിത്. ഇങ്ങനൊരു സബ്ജക്ട് കേട്ടപ്പോൾ ഇത് എനിക്ക് തന്നെ ഇത് പുറത്ത് കൊണ്ടുവരണം എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നോ ഈ സബ്ജക്ട് കേട്ടപ്പോൾ? ഈ ക്യാരക്ടറിലൂടെ എനിക്ക് തന്നെ ഈ മെസ്സേജ് കൊടുക്കണം എന്ന് തോന്നിയായിരുന്നോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തന്നെ? അല്ല, ഞാനതിനകത്തൊരു ടൂളല്ലേ. നമ്മളിപ്പോൾ ഇതിൻ്റെ എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് നിർമ്മാതാക്കളുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള നിർമ്മാതാക്കളുണ്ട്, ഒരു സംവിധായകനുണ്ട്, ഒരു എഴുത്തുകാരനുണ്ട്. അപ്പോൾ ഇന്ന ഈ റോള് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ ചെയ്യുന്നതുകൊണ്ട് നല്ല റോളല്ലേ. ഇങ്ങനെ ആസ്വദിച്ച് ഞാൻ ചെയ്ത റോളാണ്, ഇഷ്ടപ്പെട്ട് ചെയ്ത റോളാണ്. എനിക്കൊന്ന് എത്രയും എൻ്റെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് റോളാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ ചെയ്യാന്നുള്ളതുള്ളൂ. അതിനകത്ത് പിന്നെ മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ റോളല്ല വേറെ റോളാണെങ്കിലും ഞാൻ ചെയ്യും. ചേട്ടാ എപ്പോഴും തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ടാണോ അതോ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ കൊണ്ടാണോ? ഇത് നമ്മൾ പണ്ട് മുതലേ ഞാൻ പറഞ്ഞു, ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ 1-2 ഗൾഫുകാരാണ്, അല്ലെങ്കിൽ ഇടയ്ക്ക് എല്ലാ പഞ്ചായത്തിൽ 2 പേരൊക്കെ ആയിരിക്കും അമേരിക്കയിലുള്ളത്. ഇല്ലെങ്കിൽ വളരെ കുറച്ച് 1-2 പേര് ജർമ്മൻ നേഴ്സുമാരാണ് ശരിക്കും പറഞ്ഞത് അങ്ങോട്ട് കൂടുതലായിട്ട് യൂറോപ്പിലേക്കൊക്കെ. നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സഹോദരിമാർ ഒരുപാട് പേര് നേഴ്സിംഗ് സർവീസ് നന്നായി ചെയ്ത് അങ്ങനെ പോയി. പിന്നെ കല്യാണം കഴിച്ച് വിടുന്ന ആണുങ്ങളും പോയി. അങ്ങനെയൊക്കെയുള്ളൊരു കഥയായിരുന്നു. അപ്പം ഒരുപാട് പിന്നീട് ഓരോ വർഷം കഴിയുന്നതോറും ആളുകളുടെ എണ്ണം കൂടി തുടങ്ങി. അപ്പം കൂടുതലും ശമ്പളം, നല്ല സാലറി കിട്ടുന്നു, നല്ല ഒരു പ്രത്യേകതരം സ്ഥലങ്ങൾ. അപ്പം അതിൻ്റെ ഒരു സുഖം കൊതിയും നോക്കിയിട്ടാണ് ആൾക്കാർ പോകുന്നത്. ഇതിനകത്ത് പോയതിൽ 80% സക്സസ് ആയിട്ടുമുണ്ട്. ഇതിനൊന്നും കുറച്ച് കാണുമല്ല. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നൊരു കാലം വന്നേക്കാം. അതിന് വേണ്ടിയൊക്കെ നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം, കൊതിക്കാം. തീർച്ചയായിട്ടും. അരുൺചേട്ടാ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് എടുത്ത് ചെയ്യണമെന്ന് തോന്നിയൊരു പ്രചോദനം എന്താണ്? കാരണം കൊമേഴ്ഷ്യൽ കോമഡി ആയിട്ടുള്ള ഇത് ഇങ്ങനെ സീരിയസ് ആയിട്ട് സബ്ജക്ട് ഇതിലൂടെ പറയണം തോന്നിയ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? തീർച്ചയായിട്ടും നാടിനോടൊരു സ്നേഹം ഭയങ്കരമാണ്. അപ്പോൾ ഒരു ഗുണ്ടജയം പോലത്തെ ഒരു ഹ്യൂമർ സിനിമയായിട്ട് അടുത്തൊരു സബ്ജക്ട് കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അങ്ങനൊരു ഈ പ്രൊജക്റ്റിലേക്ക് വരുമായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടില്ല. എൻ്റെ വീട്ടിൽ 6 പേര് UK യിലാണ്. അപ്പം അത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കാര്യമല്ല. ഞാൻ അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചിരുന്നു നിങ്ങൾ. പക്ഷെ ഇപ്പം അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യില്ല. പക്ഷെ അവരെങ്ങനെ പോകാൻ തീരുമാനിച്ചപ്പോൾ ഇവർക്കൊക്കെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പല പല ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്തും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞാണ്. കാര്യം ഫാമിലിയായിട്ട് അത്രയും ബോണ്ടാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് എന്നാലും എല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ ജീവിച്ചാൽ പോലെ ചോദിക്കണം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം, എൻ്റെ അച്ഛന് 70 വയസ്സായി, അല്ലെങ്കിൽ അമ്മയ്ക്കും ഏകദേശം അടുത്തത്ര വയസ്സായി, അത്യാവശ്യം അസുഖമൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ സന്തോഷവും ഇതൊക്കെ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു അസുഖം വരുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ അപ്പുറത്തെ വീട്ടിലൊരാളെ വിളിച്ചിട്ട് അവിടുന്ന് കാനഡയിൽ നിന്നോ UK നിന്ന് വിളിച്ചിട്ട് ആരെങ്കിലും കൊണ്ടുപോകുമെന്ന് പറയുക എന്നുള്ളൊരു അവസ്ഥ പല ആൾക്കാരും പല വീട്ടിലും. ഞാൻ പണ്ട് വെഡിങ് വീഡിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് ഫ്യൂണറൽ എടുക്കാൻ പോകും. അപ്പോൾ ഞാൻ ഈ ഫ്യൂണറൽ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കൂടുതലും അമേരിക്കയിലും കാനഡയിലേക്കുള്ള ആൾക്കാർക്ക് അവരുടെ അപ്പൻ്റെ അമ്മയുടെയും മരണം ശവാടൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതൊരു വല്ലാത്തൊരവസ്ഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് നേരിട്ടുള്ള പോലും അത് കാണാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ. പക്ഷേ ഓക്കെ, ശരിയാണ്, പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അത് രക്ഷപ്പെട്ടവരുണ്ട്, അതല്ലെങ്കിൽ അത് നമ്മുടെ നാടിന് ഗുണമുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ഇപ്പോൾ
നമുക്ക് നമ്മുടെ നാട്ടിലെ ചില അവസരങ്ങൾ നോക്കാതെ നമ്മളിപ്പോൾ ഈ പടത്തിൽ ഒരിക്കലും പുറത്തോട്ട് ആൾക്കാർ പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. അത് എടുത്തു പറയുകയാണ്, ഒരിക്കലും പറയാനുള്ള നിങ്ങളത് പുറത്തോട്ട് പോകല്ലേ എന്നല്ല പറഞ്ഞത്. നമ്മൾ പുറത്തോട്ട് പോകാനൊക്കെ ചിന്തിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യണം, അതിനുവേണ്ടി ട്രൈ ചെയ്യണം. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെല്ലാം ഈസി ആയിട്ട് കിട്ടത്തില്ല. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിയിരിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടിനെ അതിജീവിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ആൾക്കാരുടെ കൂടെ, അപ്പൻ്റെ അമ്മയുടെ കൂടെ താമസിക്കാൻ പറ്റിയാൽ അതൊരു വേറൊരു സുഖമാണ്. അതിപ്പോൾ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ പലരും പുറത്തോട്ട് പോകാനൊക്കെ തോന്നിച്ച ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. നമ്മൾ അങ്ങനെയാണ് സിനിമയിൽ പറഞ്ഞത്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള എൻ്റെ ഒരു ആഗ്രഹം. അത് തന്നെയായിരുന്നു. ഓക്കെ, ഇങ്ങനെ നിൽക്കാം. ഞാൻ എന്തായാലും പുറത്തോട്ട് പോകില്ല. അപ്പം അത് തന്നെയാണ് ഈ സിനിമയിൽ കൂടി പറയാൻ സാധിച്ചു. പിന്നെ ഇപ്പോഴും ഞാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ടും കാണുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ പുറത്തോട്ട് പോവല്ലേ എന്നൊരിക്കലും നമ്മൾ പറയത്തില്ല. എല്ലാവരും ഇഷ്ടമാണ്, ചോയ്സാണ്. ഇപ്പം നിങ്ങൾക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ പോവാം, ഇവിടെ നിൽക്കേണ്ടവർക്ക് നിൽക്കാം. പക്ഷെ എപ്പോഴും ഇന്ത്യ അല്ലെങ്കിൽ കേരളം ഒക്കെ നമുക്ക് അഭിമാനമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് അവർ ഇങ്ങോട്ട് വന്നുകൂടാ? ഇപ്പം ജോണിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുറച്ച് നാളെ കഴിയുമ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്താലേ നടക്കുള്ളൂ. നമ്മുടെ ബ്രാൻഡ് അവർ യൂസ് ചെയ്യണം എന്നുള്ളൊരു എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. ഒരിക്കലും നടക്കില്ലായിരിക്കാം, പക്ഷെ സ്വപ്നം കാണാമല്ലോ. അപ്പോൾ ആ തോട്ടിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടായത്.